സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ പാഠ്യവർഷകാലത്ത് നമ്മുടെ സ്കൂളുകളിൽ സുംബ നടപ്പാക്കുവാനുള്ള തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനത്തിനെതിരെ ആദ്യമേ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പുമായി എത്തിയത് വിസ്ഡം എന്ന സംഘടനയുടെ സെക്രട്ടറി ആയിട്ടുള്ള ടി.കെ. അഷ്റഫ് എന്ന അധ്യാപകനാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ് എന്നുകൂടി ഓർക്കണം. ഇത്തരം പുരോഗമനപരമായുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ അതിനെ പ്രചോദിപ്പിക്കേണ്ട ഒരു അധ്യാപകൻ തന്നെയാണ് ഇതിനെതിരെ ആദ്യമേ രംഗത്ത് വന്നത്. അദ്ദേഹം ഒരു മതസംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിസ്ഡം എന്ന് പറയുന്ന ഒരു മതസംഘടനയാണ്. അതിൻ്റെ വേറെ ബോർഡ്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് ഞാൻ അതിനകത്തൊന്നും കൈകടത്താൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ മാനേജ്മെന്റിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കത്ത് നൽകി എന്ന് പറയുന്ന ഒരു വാർത്ത ഞാൻ കണ്ടു. എന്നാലും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നിലപാട് അത് സ്വാഗതാർഹമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ കുട്ടികൾ സാഹോദര്യത്തോടെയും മതം എന്തെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് സ്കൂളുകളിൽ പഠിക്കുന്നത്. ഒരു 18 വയസ്സിന് ശേഷമൊക്കെയാണ് കുട്ടികൾ മതം ഏത്, ജാതി ഏത് എന്നുള്ള ചിന്തകളിലേക്കൊക്കെ വരുന്നത്. അത് അവരുടെ ഒരു വിവാഹപ്രായമോ ആ കാലഘട്ടമൊക്കെ എത്തുമ്പോഴാണ് അവർ കൂടുതലും മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് മതം ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ച ഇയാൾ അധ്യാപകനായിരിക്കാനുള്ള ഒരു യോഗ്യതയുമുള്ള ഒരാളല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ള, ഈ ആളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഇയാളെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലുള്ള മതപ്രഭാഷകരല്ല നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ട അധ്യാപകർ. അങ്ങനെ മതപ്രഭാഷണവും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ അവരുടെ ഈ അധ്യാപകർ എന്ന ഈ ജോലി അദ്ദേഹം അത് രാജിവെച്ച ശേഷം ഫുൾ ടൈം മതപ്രഭാഷണവും മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. അതിന് പകരം സ്കൂളുകളിലെത്തി കുട്ടികളുടെ ഇടയിൽ മതം വളർത്തിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കരുത്.